എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഫസ്റ്റ് നമ്മളവിടെ പിന്നെ പോയ ഫസ്റ്റൊക്കെ തമിഴ്നാട് പോലീസ് നമ്മളോട് പറഞ്ഞു നിങ്ങളോട് മാറിക്കുന്നത്. ഞങ്ങൾ നാട്ടിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം, നാട്ടിലുള്ള ആളുകളെ വിളിക്കുകയാണ്, അപ്പോൾ അവർക്ക് വിവരം കൊടുക്കണം. അപ്പോൾ ഇവിടെയുള്ള ഈ നമ്മളെ നാട്ടിലുള്ള ട്രാവലറിന്റെ ഒരു മലയാളിനെ വിളിച്ചപ്പോൾ ഇന്ന സ്പോട്ടിലുള്ള വണ്ടിയാണ് ഇത് എന്ന് പറഞ്ഞു. അവനക്ക് ഞങ്ങൾ വണ്ടി നമ്പറൊക്കെ ആ സമയത്ത് ഞങ്ങൾ അയച്ചു കൊടുത്ത്. അതെ, അന്നേരം ഞങ്ങൾ അയച്ചു കൊടുത്ത നമ്പറാണിത്. ഇതാണ് വണ്ടിന്റെ നമ്പർ. ആ നമ്പർ നമ്മൾ ആ സമയത്ത് തന്നെ ഇവർക്ക് അയച്ചു കൊടുത്ത് ഇതാരാണ് ഏവരാണെന്നുള്ളത് അറിയാനും വേണ്ടി. ഇല്ല, എന്റെ 2 വീലർ നമുക്കൊന്നും പിന്നെ കയ്യും കാലൊന്നും പൊന്തണില്ല, ഒരു നടക്കാൻ കഴിയാത്തൊരവസ്ഥ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇല്ല, എന്റെ ബാക്കിലാണ്ട്. അപ്പോ നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് എന്തായിട്ടില്ല, ആ ഒരു ഇത് വിട്ടിട്ടില്ല. എന്റെ പേര് ആരിസ്. ചാലിയത്ത്. കാരണം അവിടെ സ്പേസ് ഇല്ല. ഓരോ വളവിലെത്തുമ്പോഴും ഓരോ ബോർഡുകൾ കാണാം. പക്ഷെ മുകളിൽ നിന്നൊരു വാഹനം കയറി വരികയാണെങ്കിൽ താഴ്ന്നൊരു വാഹനം ശ്രദ്ധിച്ചിട്ട് പോകണം. അത്രയും ഒരു ഡേഞ്ചർ ആയ സ്ഥലമാണ് അവിടെ. കാരണം പൊതുവെ അവിടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ ആ വണ്ടികൾ അതിലെ വിടൽ കുറവാണ്. കാരണം അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി വിടുള്ളൂ. കാരണം നമ്മളെ വണ്ടി അവിടുന്ന് വിടുന്ന സമയത്ത് നേരത്തെ കേരളത്തിലെ ഒരുപാട് വണ്ടികൾ എന്തായിട്ടുണ്ട്, പെർമിഷൻ കൊടുക്കാതെ തിരിച്ചു പോയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് നമ്മൾ മറ്റേ അതെ കാരണം നമ്മളെ വരുന്നതിന്റെ മുമ്പായിട്ട് 4-5 വണ്ടി കേരള വണ്ടിയൊക്കെ തിരിച്ചു വിട്ടു, ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചു വിട്ടു. കാരണം അവർ പെർമിഷൻ ഇല്ല. പെർമിഷനുള്ള വണ്ടി മാത്രമാണ്, അത് ഓൺലൈനിലാണ് ആ പെർമിഷൻ എടുക്കുന്നത്, ആ സ്പോട്ടിൽ എടുക്കാൻ കഴിയില്ല. അത്ര ഒരു ഡേഞ്ചർ സോങ് ആയ സ്ഥലം ആയതുകൊണ്ടാണ്. ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ആ വളവെന്ന് വരുമ്പോൾ ശ്രദ്ധിച്ചു പോരണം. ഡേഞ്ചറാണ്. കാരണം അതും മാത്രമല്ല അവിടെ കെട്ടിയിട്ടുള്ള കെട്ട് ഒരു ഹൈറ്റ് പോരാ. കാരണം അത് കുറച്ചൊന്നും തെങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വലിയൊരു ഇതിലേക്കാ പോണേ. താഴത്ത് ഒരു ഇതുമില്ല, ഒരു മരത്തിന്റെ തടസ്സോ ഒന്നുമില്ല. ഒരു മരത്തിന്റെ ദൂരാണെങ്കിൽ ആ മരത്തുമെങ്കിലും പിടിച്ചിക്കാൻ കഴിയും, അതൊന്നുമില്ല. നേരെ താഴേക്കാ പോണേ. ഉണ്ടായിരുന്നു. അവിടെ മലയാളികള് മറ്റേ കണ്ണൂരത്തെ ഒരു ടീമിനെ കണ്ടു. അതുപോലെ തന്നെ പാലക്കാടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ട്രാവലറിന്റെ ആളുകളാണ്. പക്ഷെ അവരൊക്കെ പരസ്പരം അങ്ങോട്ടും പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇത് കോഴിക്കോട് വണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോടുള്ള നമ്മളൊരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചിട്ടുള്ള വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് ആ സ്പോട്ടിലാണ് ഇത് എടുത്തു കൊടുക്കുന്നത്. അതേ പറഞ്ഞേ. കാരണം നമ്മള് സംഭവിക്കാതായാലും സംഭവിച്ചു പോയി. പക്ഷെ തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റ് നല്ല രൂപത്തിൽ ഇടപെട്ടി. അതൊക്കെ ഒരു വളരെ സെറ്റപ്പായിട്ട് ഒരു ഉണ്ടായ ആളുകള് സെറ്റായിട്ട് ഫയർഫോഴ്സ് ലാസ്റ്റ് മുകളിൽ 3 ഉണ്ട്, താഴത്തും ഉണ്ട് ഫയർഫോഴ്സ്. താഴെന്നും വണ്ടിയിൽ ലൈറ്റും കെട്ടിങ്ങാണ്ട് പോരുന്നുണ്ട്, മുകളിൽ ലൈറ്റും കെട്ടി പോരുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസാണെന്നുണ്ടെങ്കിലും അല്ല, ഈ ട്രാവലർ ഇത് തിരിയാണിത്, ഇതിങ്ങനെ തിരിഞ്ഞാണ്. ഈ തിരിയണതില് ആ എയർപിന്നിൽ ഇത് തിരിയണതില് ഓനക്ക് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവില്ല, ഓന്റെ. അപ്പൊ അത് 2 ടയർ മുന്നോട്ട് പോയാൽ പിന്നെ കഴിഞ്ഞ്, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ വലിയൊരു കെട്ടൊന്നുമില്ല. ഏകദേശം ഒരു 1.5 അടിയേ ഉള്ളൂ. 1.5 അടി 2 അടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ ഹെയർപിൻ വളവിലൂടെ ഒരേ സമയം 2 വാഹനങ്ങൾ കടന്നു പോവോ? ഇല്ല. 200 അടി മുകളിലുണ്ടാവും. വാഹനം കണ്ടാല് ആ വളവുന്ന നേരെ താഴേക്കാ പോണേ. ഞാൻ മുകളിലാണ്. ഞങ്ങൾ 16-ാം വളവില് അവരെ കണ്ടിട്ടുണ്ട്. 16-ാം അവിടെ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മളെ മുമ്പ് കൂടാണ് പിന്നെ ഓല് പാസ് ചെയ്ത് പോണേ. പിന്നെ ഞങ്ങൾ 13-ലെത്തിന്, അല്ല 14-ലെത്തിന്, 13-ന്നാണിത് ഇത് സംഭവിക്കണത്. ഇത് 13-ന്ന് സംഭവിച്ചിട്ട് 10-ലേക്കാണ് ഇത് എത്തുന്നത്.
10 അല്ലെങ്കിൽ 11. അവരപ്പോ മുകളിൽ 16 അവിടെ നിർത്തുവോ എന്തെങ്കിലും ചെയ്തിരുന്നോ ഏത് ഈ ട്രാവലർ? നിങ്ങൾ കണ്ടത് അവർ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴാണ് അല്ലേ? ഞാൻ കണ്ടത് ഫോട്ടോ എടുക്കാൻ 16 ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴാണ് കണ്ടത്. ചെയ്തിരുന്നു? ഇല്ല എന്നാലും സംസാരിക്കും. പക്ഷെ അന്നേരമൊക്കെ ഓരോരുത്തർ ചായന്റെ പാത്രവും അതൊക്കെ ഓരോരുത്തുണ്ട്. ചായന്റെ പാത്രം അത് ഓരോരുത്തുണ്ട്. സ്ത്രീകളാണ് ഒരു കൂടുതൽ.